ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ അനുഭവത്തിൽ ജനനം, മാമോദീസ, ദേവാലയ പ്രവേശനം, ഇങ്ങനെ അനവധി സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പരിശുദ്ധ സഭ കടത്തിവിടുകയാണ്. ഈ തിങ്കളാഴ്ച മുതൽ 3 ദിവസം 3 നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യോന നെടുവായക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ ലോകത്തിന് അടയാളമാവും എന്ന് സൂചിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് മുമ്പുള്ള 40 ദിവസത്തെ ഉപവാസത്തിന് സമാനമായ 3 ദിവസത്തെ ഉപവാസത്തിനായി പരിശുദ്ധ സഭ അടുത്തു വരുന്ന സമയമാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ബാധ ഒഴിയുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നത് പോലെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രസക്തിയും ആവശ്യകതയും അനുനിമിഷം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം അറിയാതെ നാം ജീവിക്കുന്നു. നമ്മുടെ കർത്താവിനെ അടയാളമായി ശ്ലീബായിലേക്ക് ഉയർത്തി ഈ ലോകത്തിന് പാപപരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ദൈവം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ ലോകം അത്രയ്ക്ക് ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന അപകടം. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ മറന്നുപോകും. മാത്രമല്ല, നമ്മൾ ദൈവദൃഷ്ടിയിലല്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ദുഃഖത്തിൻ്റെ ആധിക്യം വരുമ്പോഴും സന്തോഷത്തിൻ്റെ വേലിയേറ്റത്തിലും നമ്മൾ ദൈവത്തിൻ്റെ പരിധിയിലല്ല എന്ന് നിരാശയോടോ ആഹ്ലാദത്തോടോ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, വളരെ ഡിസ്റ്റിങ്ക്റ്റായിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചെന്ന് കരുതുമ്പോഴാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് ആധുനിക ശാസ്ത്രം അത് വളരെ സാവധാനം അതിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോഴാണ് ദൈവം എത്ര അത്ഭുതകരമായി നമ്മെ സൃഷ്ടിച്ചുവെന്നും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്നും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുഖം ഇപ്പോഴ് ആധുനികമായ എയർപോർട്ടുകളിലെല്ലാം പേപ്പർ ഡോക്യുമെൻ്റ് അല്ല നോക്കുന്നത്. ആദ്യം ചെല്ലുമ്പോൾ മുഖം സ്കാൻ ചെയ്യും. ആ മുഖം കാണിച്ചാണ് പിന്നുള്ള എല്ലാ ഗേറ്റിലും കടന്നു പോകുന്നത്. കാരണം ഇപ്പോഴാണ് ശാസ്ത്രത്തിന് മനസ്സിലായത് ഈ മുഖം ഇതേപോലെയൊന്നും ഇതിനു മുമ്പുണ്ടായിട്ടില്ല, ഇതിന് ശേഷവും ഉണ്ടാകുകയില്ല. അത്ര യുണീക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം വളരെ ബുദ്ധിയായിട്ടാണ്, കാരണം നമ്മുടെ ഹൃദയവിചാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ശേഖരിക്കുവാനും സൂക്ഷിക്കുവാനും ദൈവത്തിന് ഒരു സംവിധാനമുണ്ട്. നമ്മുടെ നിലവിളി അവിടെ കേൾക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ നല്ല പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അതിനുള്ള പ്രതിഫലം അവന് നഷ്ടമാകുകയില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുമ്പോൾ എത്ര സൂക്ഷ്മതയോടെയാണ് മനുഷ്യജന്മങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് അയ്യോ, ദൈവം എത്ര സൃഷ്ടമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. ഞാൻ സമുദ്രത്തിൻ്റെ അഗാധതയിൽ തന്നെ വസിച്ചാലും നിൻ്റെ കണ്ണെന്നെ കാണും. എൻ്റെ ഹൃദയവിചാരങ്ങൾ തിരുസന്നിധിയിലിരിക്കുകയാണ്. സർവരഹസ്യ വിധീശൻ്റെ സന്നിധിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്ക കാലഘട്ടമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നൊയമ്പുകളും ഉപവാസങ്ങളും. എന്നാൽ അത് എല്ലാം ലാഘവപ്പെടുത്തി അതിലെങ്ങനെങ്കിലും ഒഴിവുകൾ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ അടുത്ത സമയങ്ങളിലൊക്കെ പല വിശുദ്ധന്മാരുടെയും പെരുന്നാളുകൾ നടക്കുകയാണ്.
തേവലക്കരയിൽ മാർ ആബോയുടേത്, കല്ലടയിൽ മാർ അന്ത്രയോസ് ബാവായുടെയൊക്കെ പെരുന്നാളുകൾ നടക്കുമ്പോൾ ഭൗതികമായി അവരവിടെ ഒന്നും ശേഷിപ്പിച്ചിട്ടില്ല, സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടില്ല, ഒന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എങ്കിലും അവർ കടന്നു വന്ന പാതകളും അവർ ജീവിച്ച സ്ഥലവും അനേകരെ ആകർഷിക്കുന്നു എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് ആ നോട്ടീസ് കണ്ടുകൊണ്ട് വരുന്നതല്ല. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അങ്ങോട്ട് ആകർഷിക്കത്തക്ക വിധത്തിൽ വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളുള്ള വ്യക്തികൾ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിൻ്റെ പ്രഭാപൂരത്തിൽ മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ്. നമ്മൾ ആരാധനയിൽ എപ്പോഴും ഓർക്കുന്നതാണ്, നല്ല മരണത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മൾ വലുതായിട്ടൊന്നും ചിന്തിക്കാതെ അതിന് ആമീൻ പറയാറുണ്ട്. എന്നാൽ എന്താണ് നല്ല മരണം? ദൈവത്തിന് ഹിതകരമായി ജീവിതത്തെ പര്യവസാനിപ്പിക്കുവാൻ സാധിക്കുന്നത്. അത് ദീർഘനാൾ ജീവിക്കണമെന്നില്ല. ഹ്രസ്വകാലമായി ജീവിച്ചാലും ആ ജീവിതം ദൈവത്തിന് പരിമളമായി തീരുമ്പോഴാണ് ആ ജീവിതം കൊണ്ട് അനേകർക്ക് ധന്യത ലഭിക്കുന്നത്. ഈ പരിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ്. അദ്ദേഹം 54 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ജീവിതം ധന്യമായി അനേകരെ പ്രചോദിപ്പിക്കത്തക്ക വിധത്തിൽ ഇന്നും സജീവമായി നിൽക്കും. അത് ഒരത്ഭുതമാണ്. രോഗിയായി മനുഷ്യൻ്റെ അടുത്ത് അനേകർ രോഗസൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. നല്ല മരണത്തിന് അർഹരായി തീരുമ്പോൾ, തങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി പര്യവസാനിപ്പിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് കുരിശിന്മേൽ എൻ്റെ പ്രാണനെ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ആ പ്രാണനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ മരണമാണ്. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ വളരെ വയലൻ്റായിട്ടുള്ളൊരു മരണമാണെങ്കിലും ആ മരണമാണ് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷാകാരണമായി തീരുന്നത്. അതുകൊണ്ട് നല്ല മരണത്തിന് യോഗ്യരാക്കി തീർക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി തീരണം. അതിൻ്റെ അർത്ഥം രോഗമില്ല എന്നോ ദുഃഖമില്ല എന്നോ പരിമിതികളില്ലാത്തതെന്നോ അല്ല. ആ രോഗമുള്ള അവസ്ഥയിലും ദുഃഖമുള്ള അവസ്ഥയിലും പരിമിതമായ സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴാണ് ആ ജീവിതം ധന്യമായി തീരുന്നത്. ഞങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കണമേ, ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചില ആത്മാക്കൾ നല്ല പ്രകാശമുള്ള ആത്മാവാണ്. കാരണം ഇഹലോക ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമായി ജീവിക്കുന്നത് കൊണ്ട് അവരാർജിക്കുന്ന പ്രകാശം അത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രകാശമല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടും വളരെ ശ്രദ്ധേയമായ ഉദ്ദേശത്തോടും കൂടിയാണ് അയക്കുന്നത്. നമ്മുടെ നിലവിളി കേൾക്കാതെ പോകുന്നില്ല. നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ അവിടെ അവലോകനം ചെയ്യപ്പെടാതെ പോകുന്നില്ല. സർവവും അവിടെ ശേഖരിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളെയും സമസ്ത ഭാവങ്ങളെയും ദൈവസന്നിധിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു സ്ക്രീനിൽ നമ്മളെല്ലാവരും ഏകരംഗസ്ഥലത്ത് നിൽക്കേണ്ടതായി വരും. അവിടെ പ്രകാശമുള്ളവരായി കാണപ്പെടുവാനായിട്ടാണ്. അതുകൊണ്ടാണ് യോന നിനിവയിലേക്ക് പോയപ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് രക്ഷയെന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് യോന. യോനായോട് പറയുന്നത്, അതിമഹത്തായ ആ രാജ്യത്തെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ അവനെ അയച്ചപ്പോൾ അവൻ ആ കൽപ്പന കേൾക്കാതെ തിരിഞ്ഞുപോയി. പക്ഷേ വീണ്ടും അനുതപിച്ച് അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ജനം അനുതപിച്ചു, യോന അനുതപിച്ചില്ല. അവനെ ഒരു പാഠം പഠിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം ഇടങ്കയ്യോ വലങ്കയ്യോ അറിയാത്ത 1,20,000 ചില്ലുവാനം ആളുകളെക്കുറിച്ച് അനുകമ്പയും
ആർദ്രതയുമുള്ള ആ ഒരു ദൈവം, അവരോരോരുത്തരെയും ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് യോനായെ മനസ്സിലാക്കുകയും യോനായിലൂടെ നമ്മളും മനസ്സിലാക്കുകയാണ്. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. ചില ദുഷ്ടശക്തികൾ അതിനെ മലീമസമാക്കുമ്പോൾ കുറേ കാലത്തേക്ക് അതൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാലും പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ നിക്ഷേപം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് പരുമല. ഇവിടെ വന്ന് അനുഗ്രഹം പ്രാപിച്ച് സമാധാനം പ്രാപിച്ചു പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ എങ്ങനെ രോഗിയായി ക്ഷീണിതനായി ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഈ ലോകം വിട്ടുപോയ മനുഷ്യന് ഇത് സാധിക്കുന്നത് ദൈവസന്നിധിയിൽ അദ്ദേഹത്തിനുള്ള പ്രകാശമാണ്. അങ്ങനെയുള്ള പ്രകാശം ആർജിക്കുവാൻ തക്കവണ്ണം അനുതാപമുള്ളവരായിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നാളും നാഴികയും നമ്മൾ അറിയാത്തതുകൊണ്ട് ഓരോ നിമിഷവും ദൈവത്തിന് വേണ്ടി തയ്യാറാകുവാൻ തക്കവണ്ണം, അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ തക്കവണ്ണം, നല്ല പര്യവസാനം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ജീവിതത്തെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഭ ഇടയ്ക്കിടയ്ക്ക് പെരുന്നാളും അതുപോലെ തന്നെ ശ്രേഷ്ഠമായി ഉപവാസങ്ങളും പ്രാർത്ഥനകളും കുമ്പിടിയിലുകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പ്രയാസമുള്ളതെല്ലാം നമ്മൾ അവഗണിക്കുകയും പെരുന്നാളുകളുടെ ആഘോഷം അത് കൈവിട്ടു പോകത്തക്ക വിധത്തിൽ ആഹ്ലാദ തിമിർത്തിയിലേക്ക് മാറ്റുകയും ചെയ്യുമ്പോൾ ദൈവം അതിലിഷ്ടപ്പെടുന്നില്ല. മിനുവായക്കാരുടെ അനുതാപത്തെ സ്വീകരിച്ച് അവരുടെ മേൽ നിശ്ചയിക്കപ്പെട്ട നീതിയുള്ള ന്യായവിധി മാറ്റുവാൻ തക്കവണ്ണം സ്നേഹം നിറഞ്ഞ കർത്താവ് നമ്മെയും സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ അനുതാപം, നമ്മുടെ നിലവിളി, നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മുടെ ഏകാന്തതകൾ, നമ്മുടെ ജീവിതത്തിലെ ആകുലതകൾ എല്ലാം അവൻ്റെ ദൃഷ്ടിയിലുണ്ട്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ചിലപ്പോൾ ആ യാഥാർത്ഥ്യത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാതെ നമ്മൾ അന്താളിച്ച് നിൽക്കുന്ന അവസരമുണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോഴാണ് ആ യാഥാർത്ഥ്യം എന്തായിരുന്നു, എന്തിനാണ് ദൈവം എന്നെ ഈ പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ടത്, എന്തിനാണ് ഈ അനുഭവത്തിലൂടെ കടത്തിവിട്ടത് എന്ന് ആ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ മനസ്സിലായെന്ന് വരികയില്ല. യോന മത്സ്യത്തിനുള്ളിലായപ്പോൾ അവന് മനസ്സിലായില്ല അവനൊരു പുതിയ മനുഷ്യനായി വെള്ളത്തിൽ നിന്ന് ജനിച്ച് വലിയ പ്രഖ്യാപനം നിർവഹിക്കുവാൻ തക്കവണ്ണം യോന അടയാളമായി തീർന്നതുപോലെ മനുഷ്യപുത്രൻ നമുക്കും അടയാളമാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ അനുസരണം പകർത്തുവാനാണ്, അനുധാവനം ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ബോധ്യത്തോടുകൂടി നമ്മുടെ വിചാരങ്ങളെയും പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഒന്നും മറഞ്ഞു നിൽക്കാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കമായി അടുത്തു വരുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ വരുന്ന 3 നോയമ്പ് കുറച്ച് ദിവസമേ ഉള്ളൂ. അത് ആത്മാർത്ഥമായി തീഷ്ണതയോടെ വിശുദ്ധിയോടെ ആചരിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് ഭാഗ്യവും അവസരവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.